അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാധനയുടെ തലച്ചോറാണ് പ്രാർത്ഥന എന്നല്ല, സത്യവിശ്വാസിയുടെ ആയുധമാണ്. ദീനിൻ്റെ തൂണും ആകാശഭൂമികളുടെ പ്രകാശവുമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യമായ വസ്തു ദുആ മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നത്, ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്. എന്നോട് ചോദിക്കുന്നതിനെ തൊട്ട് അഹങ്കാരികളായി മാറി നിൽക്കുന്നവർ പിന്നീട് നിന്ദ്യരായി നരകീയ അഗ്നികുണ്ഡാരത്തിൽ ആപതിക്കുന്നതാണ്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള മരുന്ന് കൂടിയാണ് പ്രാർത്ഥന. ഈ അടുത്ത കാലങ്ങളിൽ ശാസ്ത്രം കണ്ടുപിടിച്ച വസ്തുതയാണത്. ഹൃദയവിശാലതയ്ക്ക് കാരണമാണ് പ്രാർത്ഥന. ഹൃദയങ്ങൾക്കുള്ള മരുന്നും ഇരു വീട്ടിലുള്ള വിജയവുമാണ്. സത്യവിശ്വാസിയുടെ ദുആ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അവൻ്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട എല്ലാ വാതിലുകളെയും തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖലാഇനെ പോലും തട്ടിക്കളയാനുള്ള പവർ ദുആക്കുണ്ട്. വളരെ നിഷ്കളങ്കനായി പ്രതീക്ഷയോടെ ഹംദും സ്വലാത്തും തുടങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇജാബത്തുണ്ടാകും, വെറുതെയാവൂല. അപ്പോൾ സ്വീകാര്യത ലഭിച്ചില്ലെങ്കിൽ അതിനെ ആഖിറത്തിലേക്ക് അവശേഷിപ്പിക്കുന്നു. അതുമല്ലെങ്കിൽ മുസീബത്തുകളെ അവനെ തൊട്ട് തിരിച്ചു കളയുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം, അത്താഴ സമയത്തുള്ള പ്രാർത്ഥന, സുജൂദിലുള്ള ചോദ്യങ്ങൾ, വെള്ളിയാഴ്ച ദിവസം അസർ മുതൽ സൂര്യാസ്തമയം വരെയുള്ള ടൈം, ലൈലത്തുൽ ഖദ്റിൽ, അതുപോലെ മഴ വർഷിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ടൈമുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇജാബത്തിൻ്റെ മറ്റൊരു വഴി നമ്മെ പഠിപ്പിക്കുന്നത് അസ്മാ ഉൽ ഹുസ്നയാണ്. വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അടങ്ങിയ 99 നാമങ്ങളുണ്ട്. അവയെ മുൻനിർത്തി നിങ്ങൾ ചോദിക്കുക. ഇത് നമുക്ക് പഠിക്കലും മനസ്സിലാക്കലും അനിവാര്യമാണ്. എങ്കിലേ പരമകാരുണ്യകനിലേക്ക് അടുക്കുവാനും അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാനും അതിലൂടെ സ്വർഗപ്രവേശനവും സാധ്യമാകുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉൽപ്പാദിപ്പിക്കുന്നു, വമൻ ഹഫിള അസ്മാ അൽ ഹുസ്ന ദഖലൽ ജന്ന. ആരെങ്കിലും അസ്മാ ഉൽ ഹുസ്ന മനഃപ്പാടമാക്കി ജീവിതം ചിട്ടപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് വരും വോയിസുകളിലായിട്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെയും അതിൻ്റെ സവിശേഷതകളെയും സംബന്ധിച്ച് മനസ്സിലാക്കാം. നാഥൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതാണ്.